സാറേ, ഏതാണ്ട് ഇൻ്റർനെറ്റ് വ്യാപകമാകുന്നതിന് മുമ്പ് മലയാളത്തിലെ ദിനപത്രങ്ങൾ വായിക്കാതെ ഒരു മലയാളിക്ക് ഒരു ദിവസം കടന്നു പോയിട്ടായിരുന്നു. ഇപ്പം എന്തെങ്കിലും കാരണവശാൽ അവധി വരും, ഇപ്പോൾ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ്, അപ്പോൾ ആ ദിവസം പത്രമില്ല. ആ ദിവസം ഒന്ന് മറികടക്കാൻ ഏറെ പ്രയാസമാണ്. ചിലപ്പം വായിച്ച പത്രം തന്നെ ഒന്നുകൂടെ ഒക്കെ എടുത്ത് വായിക്കും. ആ അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ട് മക്കൾ ശീലിക്കുന്നു, ചേട്ടൻ ചെയ്യുന്നത് കണ്ടിട്ട് അനിയൻ ശീലിക്കുന്നു, അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ഈ പത്രത്തിൻ്റെയൊക്കെ സർക്കുലേഷൻ വലിയ തോതിൽ കുറയുന്നു എന്ന് പത്രമുതലാളിമാർ തന്നെ പരസ്യമായും രഹസ്യമായും സമ്മതിക്കുന്നുണ്ട്. പുതിയ തലമുറക്കാർ പത്രം വായിക്കുന്നത് നമ്മൾ കാണുന്നില്ല. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെടുത്ത് ടീച്ചേഴ്സ് നിർബന്ധമായും പത്രം വായിച്ചിട്ട് വരണം, ഹെഡ്ലൈൻ പറയണം എന്നൊക്കെ പറയുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതിനവർ ശ്രമിക്കുമായിരിക്കാം. ശരിക്കും ഈ പത്രത്തിൻ്റെ അല്ലെങ്കിൽ വായനയുടെ ഒക്കെ പ്രസക്തി പോയോ? അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് എടുക്കേണ്ടത്. ഒന്ന് പത്രവായന, രണ്ട് വായന. വായന ഉണ്ട്, വായിക്കുന്ന മീഡിയം മാറി. ഇപ്പോൾ മിക്കവാറും ഇൻ്റർനാഷണൽ പത്രങ്ങൾ വായിക്കുന്നവരെനിക്കറിയാം. ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ അവർ ഇൻ്റർനെറ്റിലാണ് വായിക്കുന്നത്. അപ്പോൾ പീക്കിംഗ് ടൈംസ് വായിക്കുന്നവരുണ്ട്, പാകിസ്ഥാൻ്റെ ഡോൺ വായിക്കുന്നവരുണ്ട്, ന്യൂയോർക്ക് ടൈംസ് നോക്കുന്നവരുണ്ട്, ലണ്ടൻ ടൈംസ് നോക്കുന്നവരുണ്ട്. അവരിതൊക്കെ അതിനകത്തുള്ള ഏറ്റവും അവർക്ക് താല്പര്യമുള്ള സബ്ജക്ട്സ് അടിച്ചു കൊടുത്തിട്ട് അവർ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വായനയുണ്ട്. പക്ഷേ പ്രിൻ്റ് ചെയ്ത് ഇറങ്ങുന്ന പത്രത്തിൻ്റെ വായന കുറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യം, 40 വയസ്സിൽ താഴെയുള്ളവരിൽ ഒരു 10% പേര് പോലും പ്രിൻ്റ് മീഡിയ വായിക്കുന്നില്ല എന്നതാണ് വസ്തുത. എൻ്റെ തലമുറയിൽപ്പെട്ടവരാണ് പത്രം വായിച്ചുകൊണ്ടിരിക്കുന്നവർ. അത് ശീലം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം പത്രം ഇല്ലാത്ത ദിവസം നമുക്ക് എന്തോ ഒരു വലിയ നഷ്ടം സംഭവിക്കുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടായിരുന്നത്. കാരണം പത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അത് വൈകാൻ പാടില്ല, കൃത്യസമയത്ത് കിട്ടണം, അത് വായിക്കുന്നു. എത്ര തിരക്കാണെങ്കിലും ശരിയാണ്, എല്ലാ പേജും മറിച്ച് നോക്കി ഹെഡ്ലൈൻസെങ്കിലും തലക്കെട്ടൊക്കെ വായിച്ചിട്ടെങ്കിലും പോകുന്നവരായിരുന്നു മഹാഭൂരിപക്ഷം പേരും. അതിലൊക്കെ രസകരമായിട്ടൊരു കാര്യം ഉണ്ടായിരുന്നത്, 80കളിലൊക്കെ ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്തിട്ട് കുറേ കാലം കോട്ടയത്ത് പോയിരുന്നു ഇവിടുന്ന്. അപ്പോൾ ഓരോ കമ്പാർട്ട്മെൻറ്റിലും 5-8 പത്രങ്ങളുണ്ടാകും. ഓരോരുത്തർ വരുന്നത് പത്രവും മേടിച്ചിട്ടാണ്. എന്നിട്ട് ആ പത്രം അതിനകത്തിരുന്ന് എല്ലാവരും വായിക്കും. അപ്പോൾ ഒരു പത്രത്തിന് അന്നത്തെ കണക്ക് 20 റീഡേഴ്സ് ഉണ്ടാകും, വായനക്കാർ എന്നുള്ളതായിരുന്നു. ഇന്നത്തെ കണക്ക് 20 പത്രത്തിന് ഒരു വായനക്കാരനില്ല എന്നുള്ളതാണ്. ഇതാണ് അപകടം. അപ്പോൾ പത്രങ്ങൾ, പ്രിൻ്റ് മീഡിയ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സർക്കുലേഷൻ കുറയുന്നു എന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ളത് റീഡർഷിപ്പ് കുറയുന്നു എന്നുള്ളതാണ്. റീഡർഷിപ്പിൻ്റെ മീഡിയം മാറിപ്പോയി. അവർ നെറ്റിൽ നോക്കിയിട്ട് വായിക്കുകയാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, കണ്ടൻറ്റ്. എന്ത് കണ്ടൻറ്റാണ് ഇപ്പോൾ പത്രങ്ങൾ കൊടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഒരു ശരാശരി മനുഷ്യൻ അവൻ്റെ ഈ മൊബൈൽ ഫോണിലൂടെ അവന് കിട്ടുന്ന പ്രധാനപ്പെട്ട വാർത്തകളുടെ ഇൻഫർമേഷൻ അപ്പുറത്തേക്ക് എന്ത് മെറ്റീരിയലാണ് ഒരു പ്രിൻ്റ് മീഡിയ നിങ്ങൾക്ക് തരുന്നത് എന്നൊരു ചോദ്യവും കൂടി പ്രസക്തമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? അതെ. ഈ ഒരു വാർത്തയിൽ എന്താണ് ആഡഡ് വാല്യൂ ആയിട്ട് വരുന്നത്? അതില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, പത്രങ്ങൾ വളരെ ആഘോഷിച്ച് പറഞ്ഞതാണ് ഒരു സാധനം. സുപ്രീം കോടതിയുടെ അലിഗഡ് മുസ്ലിം സർവകലാശാല കോടതിയുടെ വിധി. ആ വിധി ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എന്നുള്ള സങ്കല്പത്തെ എസ്റ്റാബ്ലിഷും അഡ്മിനിസ്ട്രേഷൻ രണ്ടാക്കി കണ്ടിട്ട്, ഒരു മൈനോറിറ്റി സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൈനോറിറ്റി സ്റ്റാറ്റസ് നിലനിൽക്കും എന്ന് വിധിച്ചു. ഇതിൻ്റെ ഒരു മറുവശവും കൂടിയുണ്ട്. അതെന്താണ് ആ മറുവശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനോറിറ്റികൾ അവർ സ്ഥാപിച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോഴെന്താണെന്ന് വെച്ചാൽ മൈനോറിറ്റി സ്ഥാപിച്ചിട്ട് മറ്റാർക്കെങ്കിലും നടത്താം. അപ്പം നടത്തിപ്പ് അവകാശം മാറിക്കഴിഞ്ഞാലും മൈനോറിറ്റി സ്റ്റാറ്റസ് മാറില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഈ വിധിയുടെ കാതലായിട്ട് ഇവർ പറയുന്നത്.
കാരണം AMU സ്ഥാപിച്ചത് മൈനോറിറ്റീസാണ്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് അതിൻ്റെ സ്റ്റാറ്റസ് മാറില്ല. ഇതെല്ലാത്തിനും ബാധിച്ച് എങ്ങനെ വരും? നമ്മുടെ നാട്ടിലെ മൈനോറിറ്റി സ്ഥാപനങ്ങൾ മൈനോറിറ്റികളാണ് സ്ഥാപിച്ചത് എങ്കിലും അതിൻ്റെ ഭരണനിർവഹണം ആർക്ക് വേണമെങ്കിലും നടത്താം എന്ന് വന്നു കഴിഞ്ഞാൽ സ്ഥാപിതത്തിനല്ലല്ലോ അധികാരം ഇരിക്കുന്നത്, ഭരണനിർവഹണത്തിലല്ലേ. അപ്പോൾ ആരെ നിയമിക്കണം, എങ്ങനെ നിയമിക്കണം, ആരെന്ത് ചെയ്യണം എന്ന് ആര് തീരുമാനിക്കും? ഈ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി തീരുമാനിക്കില്ലേ? അതെ. അതെല്ലായിടത്തും വരുമ്പോഴും അതിൻ്റെ ഒരു നെഗറ്റീവ് റിസൾട്ട് കൂടിയുണ്ട്. പക്ഷേ ഈ നെഗറ്റീവ് റിസൾട്ട് ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. ഇങ്ങനെ ഒരു സംഗതി കൂടി ഇത് അറിയാവുന്ന ആരെക്കൊണ്ടെങ്കിലും എഴുതിപ്പിക്കണ്ടേ? വേണം. അത് ചെയ്യുന്നില്ല. ചിലപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ ഒരു കൊച്ചച്ഛനുണ്ട്, വിജയകൃഷ്ണൻ അവർ മഹാരാജാസിൽ അധ്യാപകനായിരുന്നു. എനിക്കറിയാം, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്. അത് ഇങ്ങനെ ട്രെയിനിൽ പോകുമ്പോൾ ഇതുപോലെ ഒരു പേപ്പർ ഇങ്ങനെ മടക്കി കൈ പിടിച്ചുകൊണ്ട് പോകുന്നത്. അന്ന് ഈ പേപ്പർ അതുപോലെ അല്ലെങ്കിൽ ഒരു വീക്കിലേക്ക് ആയിരിക്കും. ഇപ്പോൾ ഇതുകൊണ്ട് ട്രെയിനിലേക്ക് പോയാൽ ഒരുപാട് പേര് സാറ് പറഞ്ഞ പോലെ എടുത്ത് വെച്ച് വായിക്കും. ഞാനൊക്കെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ നമുക്ക് കിട്ടിയാൽ കൊള്ളാറുണ്ട്. ഇപ്പോൾ എല്ലാവരും മൊബൈൽ എടുത്ത് വെച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പത്രവുമായി ഇന്ന് ഈ ട്രെയിനിൽ കയറുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാൾ ഈ പത്രം വാങ്ങാൻ പോലും തയ്യാറാവില്ല. ആർക്കും വേണ്ടെന്ന് വേണ്ട. വിജയേഷൻ അത് മാത്രമല്ല, വിജയേഷൻ അന്ന് ഈ മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മുഴുവനും വാങ്ങിച്ചിട്ട് കൃത്യമായി അതെല്ലാം വായിക്കുന്ന ഒരാളാണ്. ഈ ട്രെയിൻ യാത്ര മുഴുവൻ അദ്ദേഹം ഈ വായനയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്നേഹിതനാണ്, എനിക്കറിയാം. മാരേജ് കോളേജിൽ ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലത്ത് ഈ മലയാള ഭാഷാ സാഹിത്യത്തിൽ PhD ഒക്കെ എടുത്തിട്ടുള്ളൊരു ഗവേഷകൻ കൂടിയാണ് അദ്ദേഹം. അത് അദ്ദേഹം സാഹിത്യത്തിലല്ല എടുത്തിരിക്കുന്നത്, ഭാഷാശാസ്ത്രത്തിലാണ്. ഭാഷാശാസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹത്തിൻ്റെ തിസീസ് എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിലൊക്കെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു ഗൗരവപൂർവ്വം അക്കാഡമിക്കായിട്ട് കാര്യങ്ങൾ കണ്ടിരുന്ന ഒരാളാണ് വിജയേഷൻ. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ അന്ന് ഇവരൊക്കെ ഇങ്ങനെ വായിക്കും. പിന്നെ അത് മാത്രമല്ല, എല്ലാവരുടെ കയ്യിലും മകാരം വാരികകളുണ്ടാകും, സ്ത്രീകളെല്ലാവരും. ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നാൽ ഒരു ഓട്ടോക്കാരനല്ല. ഈ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലില്ലേ, നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഒരു ആഴ്ച വിറ്റിരുന്ന മംഗളം 600 കോപ്പിയാണ്. സ്റ്റേഷൻ്റെ പരിസരത്ത് മാത്രം, ഈ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ മാത്രം, ആ മാതൃഭൂമി ബുക്ക് സ്റ്റാളിൽ. ഓ ശരി. അത്ര കാരണം ഞാൻ അവിടെ എന്തിനെങ്കിലും ഈ ട്രെയിനൊക്കെ ഇൻവേരിയബിളി വൈകുമല്ലോ, ഇന്നത്തെ രീതിയിലൊന്നും അറിയാൻ ഇല്ല. 7 മണിക്കുള്ള ട്രെയിന് നമ്മളവിടെ ചെല്ലുമ്പോഴായിരിക്കും അറിയണം 1.5 മണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണം. അപ്പോഴെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് ഈ പത്രവിൽപ്പനക്കാരനുമായിട്ട് നമ്മളൊരു സൗഹൃദം ഉണ്ടാക്കി വെക്കും. ആ സൗഹൃദം ഉപയോഗിച്ചിട്ട് അവിടെ പോയി അതിനകത്തൊരു ഒരു സ്റ്റൂളിലിരുന്നിട്ട് അവിടെ വരുന്ന മിക്കവാറും ഈ സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് സൗജന്യമായിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിക്കും ഓരോന്നും എങ്ങനെയൊക്കെയാണ്. അന്ന് 500 കോപ്പിയായിരുന്നു മംഗളം വിറ്റുകൊണ്ടിരുന്നത്. 600 കോപ്പി, 500 അല്ല 600 കോപ്പി. ഇന്നിപ്പോൾ 6 കോപ്പി അത് വിൽക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. തീർച്ചയായിട്ടും. കാരണം ആ റീഡിങ് ഒരു എൻ്റർടൈൻ മീഡിയം എന്ന നിലക്കും പ്രിൻ്റ് മാറിപ്പോയി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 24 ലക്ഷം വിറ്റിരുന്ന പത്രങ്ങളൊക്കെ, അച്ചടിച്ച് വിറ്റിരുന്ന പത്രങ്ങളൊക്കെ 10 ലക്ഷത്തിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞ് രഹസ്യമായിട്ടും പരസ്യമായിട്ടും അവർ തന്നെ പറയുന്നതിൻ്റെ ഒരു കാരണം അതാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം കാരണം മലയാളത്തിലെ 1ഉം 2ഉം പത്രങ്ങൾ തമ്മിൽ ഒരു ചെറിയ 10,000ങ്ങളുടെ കോപ്പിയുടെ വ്യത്യാസത്തിലാണ് നിൽക്കുന്നത് എന്നാണ് അതിൻ്റെ അരമന രഹസ്യങ്ങൾ അറിയാവുന്ന വിദഗ്ധർ പറയുന്നത്. ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. നമ്മൾ അരമന രഹസ്യമാണല്ലോ വിശ്വസിക്കുന്നത്, അതുകൊണ്ട് ചിലപ്പോൾ തെറ്റിപ്പോയേക്കാം. അപ്പോൾ ഇങ്ങനെ കുറയുന്നു എന്നുള്ളതിനേക്കാൾ അതിൻ്റെ ഏറ്റവും അവർ ഭയക്കേണ്ട കാര്യം അവരുടെ സർക്കുലേഷൻ കുറയുന്നു എന്നുള്ളതല്ല, റീഡർഷിപ്പ് കുറയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പല പത്രങ്ങളും 1ഉം 2ഉം പത്രങ്ങളായിട്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും വാർത്തകൾ കൊണ്ടിട്ടാണോ? മിക്കപ്പോഴും അല്ലല്ലോ. ഒന്നാമത്തെ പേജിൽ ഒരു ഫുൾ പേജ് പരസ്യം, അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഫുൾ പേജ് പരസ്യം. അപ്പോൾ ഈ പത്രം വിറ്റ് കിട്ടുന്ന ഒരു 10 രൂപയ്ക്കായിരിക്കും ഒരു പത്രം വിൽക്കുന്നെങ്കിൽ ആ കിട്ടുന്ന പൈസ എത്രയോ പത്രം വിൽക്കുന്നതിനേക്കാൾ നല്ലതും ഇത്തരത്തിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നതാണ് എന്ന തലത്തിലേക്ക് ഈ മാനേജ്മെൻറ്റ് മാറുന്നു. അപ്പോൾ പല വാർത്തകളും ആ മാനേജ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ പരസ്യ ഏജൻസിക്ക് വേണ്ടിയിട്ട് ത്യജിക്കേണ്ടിയും വരുന്നില്ല. അല്ല, അത് സത്യമാണത്. നിങ്ങൾ പറഞ്ഞത് 100% സത്യമാണ്. പിന്നെ വേറൊരു കാര്യം, അവർ അവകാശപ്പെടുന്നത് എന്താ പറയുക, സബ്സിഡൈസ്ഡ് പ്രൊഡക്ഷൻ കോസ്റ്റിനേക്കാൾ കുറച്ച് ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത് പത്രം മാത്രമാണെന്നാണ്.
അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ പത്രത്തിന് ഇപ്പോൾ എത്രയാണ് വില എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്തായാലും 9 രൂപ 50 പൈസയാണ് ഈ പത്രത്തിൻ്റെ വില. നാളെ അത് 10 രൂപയാകുമെന്ന് വെക്കാം. അപ്പോൾ ഈ 10 രൂപ ഈ പത്രത്തിന് ആകുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഒരുപക്ഷെ 12 രൂപയോ 13 രൂപയോ ആയിരിക്കും വരിക. ആ 3 രൂപ സബ്സിഡി കൊടുത്തിട്ടാണ് ഇത് എത്തിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ പ്രൊഡക്ഷൻ കോസ്റ്റിനെ, ഉൽപ്പാദന ചെലവിനേക്കാൾ കുറഞ്ഞ വിലക്കൊരു ഉൽപ്പന്നം വിൽക്കുന്നു എന്ന അവരുടെ അവകാശവാദം. അതവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അത് പരസ്യത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വരുമാനം ഇത് വിറ്റ് കിട്ടുന്ന പണമല്ല, പരസ്യമാണ്. നേരത്തെ അങ്ങ് സൂചിപ്പിച്ച രീതിയിൽ പരസ്യക്കാർക്ക് വേണ്ടിയിട്ട് ആണിത് ചെയ്യുന്നത്. ഒരു ഇംഗ്ലീഷ് പത്രത്തെക്കുറിച്ച് വി ഓൾസോ പബ്ലിഷ് ന്യൂസ് എന്ന് കൊടുത്തിരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് പത്രം, ടൈംസ് ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ് അത് കേട്ടിരുന്നത്. കാരണം ടൈംസ് ഓഫ് ഇന്ത്യയുടെ പ്രതാപകാലത്ത് ആ പത്രം ഞായറാഴ്ച ഇറങ്ങുന്നത് 100 പേജൊക്കെ ആയിട്ടാണ്. അതിൽ മഹാഭൂരിപക്ഷം പേജും പരസ്യമായിരിക്കും. പരസ്യത്തിനിടയ്ക്ക് സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി വാർത്ത കൊടുക്കും. അതായിരുന്നു അതിൻ്റെ രീതി. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പരസ്യക്കാരുടെ താല്പര്യത്തെ മാറ്റിക്കൊണ്ട് അങ്ങ് സങ്കല്പിക്കാത്തൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. പല വാർത്തകളും പണം വാങ്ങി പരസ്യം പോലെയാണ് ഇപ്പം നൽകുന്നത് എന്നുള്ളതാണ്. പെയ്ഡ് ന്യൂസ്. പെയ്ഡ് ന്യൂസ് ആ പേര് പറയുന്നുണ്ടെങ്കിലും അത് തന്നെയായിട്ടാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കാനായിട്ട് എല്ലാ പത്രങ്ങൾക്കും പണം കൊടുക്കണം എന്ന അവസ്ഥ കേരളത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ വാർത്തയുടെ ക്രെഡിബിലിറ്റി പോകും. അതെ സാർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ ഇസ്രായേലിൻ്റെ കാര്യം, ഇറാൻ്റെ കാര്യം, അമേരിക്കയുടെ കാര്യമൊക്കെ ചർച്ച ചെയ്യും. അപ്പോൾ സാർ നേരത്തെ പറഞ്ഞതുപോലെ വാഷിങ്ടൺ പോസ്റ്റും അല്ലെങ്കിൽ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലെ പത്രങ്ങളൊക്കെ വായിച്ചിട്ടാണ് ABC ന്യൂസിൽ ഉൾപ്പെടെ ഇപ്പോൾ സാറായാലും നേരത്തെയുള്ള മുതിർന്ന പത്രപ്രവർത്തകരായാലും ഒക്കെ വാർത്തകൾ നൽകുന്നത്. നമ്മൾ ഈ വാർത്ത ABC ന്യൂസിൽ കൂടെ നൽകുമ്പോൾ ഇത് വ്യൂവേഴ്സ് ഒരുപാട് പേരുണ്ട്. അവർ പിന്നെ പറയുന്നത് ഇതേ വാർത്ത 3-4 ദിവസം കഴിയുമ്പോൾ മാത്രമാണ് നമ്മുടെ മലയാള പത്രങ്ങൾ പ്രിൻ്റ് ചെയ്തത്. അല്ല, ഇപ്പം ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. മുനമ്പം മലയാളത്തിലെ 2 പ്രമുഖ പത്രങ്ങൾ ഇന്ന് വരെ 1-ാം പേജിൽ കൊടുത്തിട്ടില്ല. കൊടുക്കേണ്ടതില്ലേ? അതെ. 600 കുടുംബങ്ങൾ പെരുവഴിയിലാകാൻ അവരുടേതല്ലാത്ത കാര്യം കൊണ്ട് പെരുവഴിയിലാകാൻ പോകുന്നൊരു കാര്യം, അതൊരു മാനുഷികമായ കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുക്കാവുന്നത്. പക്ഷേ ഇന്ന് വരെ 2 പ്രമുഖ പത്രങ്ങൾ അവരുടെ 1-ാം പേജ് വാർത്തയായിട്ടത് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ട് കൊടുത്തില്ല? ഒരു പത്രമല്ല, 2 പത്രവും കൊടുക്കുന്നില്ല. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്? ഇനി വേറൊരു കാര്യമുണ്ട്. ഇവർ കൊടുത്തില്ലെന്ന് വെക്ക്, ഈ വിവരം ലോകം അറിയാതിരിക്കുന്നുണ്ടോ? സോഷ്യൽ മീഡിയയുടെ കാലത്ത് വളരെ പെട്ടെന്ന് ആളുകൾ അറിയുകയും ആ വിശ്വാസ്യത നഷ്ടപ്പെടുകയും ചെയ്യും. ഇവർക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുകയും ചെയ്യും. മുൻപ് പാർട്ടി പത്രങ്ങൾക്കായിരുന്നു. പക്ഷേ പാർട്ടി പത്രങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. പാർട്ടി താല്പര്യങ്ങളില്ലാത്ത കാര്യത്തിൽ വസ്തുനിഷ്ഠമായിട്ടായിരിക്കും റിപ്പോർട്ടിങ്. അതെ, അവരുടെ പാർട്ടിയുടെ കാര്യത്തിൽ മാത്രം അവർക്ക് ചിലപ്പോൾ ഒരു സ്വജനപക്ഷപാതമൊക്കെ കാണും. അല്ല, അത് അവരുണ്ട്. അതിപ്പോൾ ഞാൻ ഇത് നയനാർ ആദ്യം മലമ്പുഴയിൽ മത്സരിക്കുമ്പോൾ ഇലക്ഷൻ കവർ ചെയ്യാൻ വീക്ഷണത്തിൽ നിന്ന് പോയത് ഞാനാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി അവിടെ നയനാർ തോക്കുമെന്ന് എഴുതലാണ്. നയനാർ തോക്കില്ല എന്നുള്ള കാര്യം അവിടെ പോകുന്ന ആർക്കും അറിയാം. പക്ഷേ ഞാൻ കണ്ടെത്തുന്നത് എന്തെല്ലാം കാര്യം കൊണ്ട് നയനാർ തോക്കുമെന്ന് എഴുതാനുള്ള ന്യായീകരണങ്ങളുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അത് എഴുതി കൊടുക്കുകയാണ്. അത് വായിക്കുന്നവർക്കും അറിയാം ഇത് തെറ്റാണെന്ന്, എഴുതുന്ന എനിക്കും അറിയാം ഇത് തെറ്റാണെന്ന്. പിന്നെ അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ വീക്ഷണത്തിൽ നയനാർ തോക്കും എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കഴിഞ്ഞാൽ എത്ര റീഡേഴ്സ് ഉണ്ടാവും നിങ്ങൾക്ക് ഊഹിക്കാം. അതെ, അത് തന്നെ ദേശാഭിമാനി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തോറ്റിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് എത്രയോ വട്ടം എഴുതിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ നില പരിങ്കലിൽ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷെ അവർക്കും അറിയാം അത് പാർട്ടി പത്രങ്ങളായിരുന്നു, അവരുടെ പാർട്ടി താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പം അത് മാറിയിട്ട് പണത്തിൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് പത്രങ്ങൾ വാർത്തകൾ കൊടുക്കുന്നു എന്ന ഒരവസ്ഥ വന്നു. അത് ഒരു ടോട്ടൽ ക്രെഡിബിലിറ്റി ലോസിലാണ് ചെന്ന് നിൽക്കുക. മൊത്തം വിശ്വാസ്യത തകർന്നു പോവുകയാണ്. അതെ, ഇവർ വിചാരിച്ചു കഴിഞ്ഞാലൊന്നും ഇപ്പോൾ ഒരു സാധനം വെള്ളപ്പൊക്കം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് 2 കൈയും നീട്ടി നിൽക്കുന്നത് പോലെയല്ലേ ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈ 2 പത്രങ്ങളും 1-ാം പേജിൽ അതിൻ്റെ ഒരു വാർത്ത കൊടുത്തിട്ടില്ല.
അപ്പോൾ മുനമ്പത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പത്രങ്ങൾ അവരെ സഹായിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ അവരെന്തിനെ നോക്കണം? പത്രങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ ത്യാഗം സഹിക്കണമെന്നാണ് പറയണം. അവരെന്തിന് ത്യാഗം സഹിക്കണമെന്ന്? അവർക്കെന്താ നിങ്ങളോട് ബാധ്യത? നിങ്ങൾക്ക് അവരോട് കമ്മിറ്റ്മെൻ്റ് ഇല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് ബാധ്യതയില്ല. സ്വാഭാവികമായിട്ടും പത്രത്തിൻ്റെ സർക്കുലേഷൻ അവിടെ കുറഞ്ഞു പോകും. അപ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന വിശ്വാസ്യത തിരിച്ചെടുത്തെങ്കിൽ മാത്രമേ ഇനിയെങ്കിലും ഉള്ള സർക്കുലേഷനിൽ ഇടിവുണ്ടാകാതെ ഇവർക്ക്. അല്ല, സർക്കുലേഷൻ ഇനി ഇടിയും. അവസാനം ഇത് വന്ന് ഒരു 5 ലക്ഷത്തിൽ വന്നാൽ തന്നെ പത്രങ്ങൾക്ക് വിശ്വാസ്യതയും കൂടി കൈവരുകയാണെങ്കിൽ പത്രങ്ങളായിരിക്കും അപ്പോഴും ഏറ്റവും കൂടുതൽ ഇത് വായിക്കപ്പെടുക. സാറിപ്പോൾ പറയുന്നത് 1ഉം 2ഉം മുൻപന്തിയിലുള്ള പത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒരുപാട് പത്രങ്ങളുണ്ട്. അവരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപം. ഇതിനേക്കാൾ പരിതാപകരമാണ്. അവരെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല എന്ന് മാത്രം. പല പത്രങ്ങളും പൂട്ടിക്കഴിഞ്ഞു. അതെ, അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം ഇനി എന്ത് സംഭവിക്കുന്നു വരുന്ന. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.